മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ബാലചന്ദ്രൻ അലീനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ തന്റെ ഉള്ളിലെ വാത്സല്യം മുഴുവൻ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നു. നീ എന്റേതായതുകൊണ്ട്, എന്റെ സ്വന്തം മകളായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത്രയധികം ശാന്തരായിരിക്കുന്നത് എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ അലീനയെ നോക്കുമ്പോൾ അലീനയുടെ കണ്ണുകളിൽ അത്ഭുതവും അതുപോലെ തന്നെ സന്തോഷവും നിറഞ്ഞിരുന്നു. തുടർന്ന് ബാലചന്ദ്രൻ അലീനയോട് ഒരു വലിയ സത്യം വെളിപ്പെടുത്തി. വൈജയന്തി നിന്റെ യഥാർത്ഥ അമ്മയല്ല എന്നും അവൾ കേവലം നിന്നെ പ്രസവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നും ബാലചന്ദ്രൻ തുറന്നടിച്ചു. ഒരു പട്ടി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് പോലെ അവൾ നിന്നെ പ്രസവിച്ചു, അത്രമാത്രം. പക്ഷേ യഥാർത്ഥത്തിൽ നിന്റെ അച്ഛൻ ഞാൻ തന്നെയാണ് മോളെ. ബാലചന്ദ്രന്റെ വാക്കുകൾ അലീനയ്ക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. താൻ അനാഥയല്ലെന്നും സ്നേഹിക്കാൻ ഒരച്ഛനുണ്ടെന്നും അറിയുന്ന നിമിഷം അവളിൽ വലിയൊരു സന്തോഷം നിറഞ്ഞു. തുടർന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നു, നിന്നെ ഞാൻ എന്നു മുതലാണ് സ്നേഹിച്ചു തുടങ്ങിയതെന്ന് നിനക്കറിയാമോ? നിന്റെ പ്രജിത്താമമ്മി നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറിയ ആ കാലം മുതൽ. അന്ന് നീ അനാഥയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. എന്നാൽ അലീന മറുപടിയായി, ആ അവസ്ഥ എനിക്കറിയാം അച്ഛാ എന്ന് പറയും. അതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞ് ആ വിഷയം അവിടെ തന്നെ അവസാനിപ്പിച്ചു. എന്തായാലും എനിക്ക് നീ മകൾ എന്ന സ്ഥാനത്തിനു മുകളിലാണ് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവളെ ആശ്വസിപ്പിക്കുകയും തലോടുകയും ചെയ്തു. പിന്നീട് അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു. അവിടെ മുത്തശ്ശി കിടന്നിരുന്ന കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. അവൾ ആ കട്ടിൽ പഴയ വിരിപ്പുകളൊക്കെ മാറ്റി പുതിയതും ഭംഗിയുള്ളതുമായ ബെഡ്ഷീറ്റുകളൊക്കെ വിരിച്ചു. ഇതും കണ്ടുകൊണ്ടാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഇനി അലീന ചേച്ചിക്ക് ഈ വീട്ടിലെ കട്ടിൽ കിടക്കാമല്ലേ? ഇത് കുറച്ചുകൂടി വീതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും കൂടെ ഇവിടെ തന്നെ കിടക്കാമായിരുന്നു എന്ന് കൃഷ്ണമോൾ നിഷ്കളങ്കമായി പറഞ്ഞു. അപ്പോൾ അലീന ചിരിച്ചുകൊണ്ട്, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാമെന്നല്ലേ നീ പറയാൻ വന്നത് എന്ന് ചോദിക്കും. എന്നാൽ അലീന താൻ കിടക്കുന്ന പായയും വിരിപ്പും തറയിൽ തന്നെ വിരിക്കാൻ തുടങ്ങുമ്പോൾ കൃഷ്ണമോൾക്ക് സംശയമാവുന്നു. ഇതെന്താ ചേച്ചി താഴെ വിരിക്കുന്നത്? കട്ടിൽ കിടന്നതേ എന്ന് അവൾ ചോദിച്ചു. അതിന് അലീന നൽകിയ മറുപടി വളരെയധികം പ്രതീക്ഷാ നിർഭരമാണ്. ഇത് മുത്തശ്ശിയുടെ കട്ടിലല്ലേ? മുത്തശ്ശി തിരിച്ചു കൊള്ളുമ്പോൾ കിടക്കേണ്ടതല്ലേ? നമ്മൾ ഒരാൾ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം അത്രത്തോളം വലുതാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും മോളെ. അതിനായി മുത്തശ്ശിയുടെ കിടക്ക ഒഴിഞ്ഞു തന്നെ കിടക്കണം എന്ന് അലീന പറയുമ്പോൾ കൃഷ്ണമോൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ ഗുഡ് നൈറ്റും പറഞ്ഞു പോകുന്നു. എന്നാൽ അലീന പ്രാർത്ഥിച്ച് കിടക്കാൻ തുടങ്ങുമ്പോഴേക്കും സ്വന്തം പുതുപ്പുമായി കൃഷ്ണമോൾ തിരികെ എത്തി. ഞാൻ ഇന്ന് ചേച്ചിയുടെ കൂടിയാണ് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ അലീനയെ ചേർത്ത് പിടിച്ച് കിടക്കും. വിഷമത്തോടെ അലീനയോട് അവൾ പറയുന്നു, ചേച്ചി ശരിക്കും ഈ വീട്ടിൽ ഞങ്ങളുടെ സ്വന്തം ചേച്ചിയായി ജനിച്ചാൽ മതിയായിരുന്നു. ഇത് കേട്ട് അലീന അവളെ ആശ്വസിപ്പിച്ചു. ഞാൻ ഇപ്പോഴും നിന്റെ സ്വന്തം ചേച്ചി തന്നെയല്ലേ? നീ എൻ്റെ കുഞ്ഞനിയത്തിയല്ലേ എന്നും പറഞ്ഞ് സ്നേഹത്തോടെ കവിളിൽ നുള്ളി. സന്തോഷം കൊണ്ട് കണ്ണി നിറഞ്ഞൊഴുകുന്ന കൃഷ്ണമോളെ അലീന കെട്ടിപ്പിടിച്ചു. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടിയെ കോളേജിൽ ചേർക്കാൻ വേണ്ടി പോകുന്ന രംഗമാണ്. മാമച്ചായനും ഗ്രേസ്യാമ്മയും രേവതിക്കുട്ടിയും ചേർന്ന് പുറത്തു പോകുമ്പോൾ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ജോസൂട്ടി ഇരിക്കുന്നത് കാണും. ഇതെന്താ, ഇനി സ്റ്റെയറിംഗ് വിട്ടു തരാത്ത രീതിയിലുള്ള എന്തെങ്കിലും തീരുമാനമാണോ എന്ന് രേവതിക്കുട്ടി തമാശ രൂപേണ ചോദിക്കും. നിന്റെ കോളേജൊക്കെ എനിക്കൊന്ന് കാണണം എന്ന് ജോസൂട്ടി പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് രേവതി തീർത്തും പറഞ്ഞു. ഇതിൽ ദേഷ്യം വന്ന ജോസൂട്ടി വണ്ടിയിൽ നിന്നും ഇറങ്ങി, നീ വരുന്നതിന് മുൻപ് ഇവരുടെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നീയാണ് ഇവരെ മാറ്റിയെടുത്തത് എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടിയെ കുറ്റപ്പെടുത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ മാമച്ചായൻ ഇരിക്കുന്നതാണ് കാണുന്നത്. ഞാനിപ്പോൾ രേവതിക്കുട്ടിയുടെ പപ്പയായിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് നീ വരണ്ട എന്ന് മാമച്ചായൻ പറയുമ്പോൾ ജോസൂട്ടി ആകെ നാണം കെട്ട് പോകുന്നു. ഉച്ചക്കുള്ള ഭക്ഷണം എടുക്കാൻ മറന്ന കാര്യം ഗ്രേസ്യാമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ ഇത്രയും മറവിയുള്ളവരെയൊന്നും പഠിപ്പിക്കാൻ വിടേണ്ട കാര്യമില്ല എന്ന് ജോസൂട്ടി പരിഹസിച്ചു പറയും. എന്നാൽ അവൾ മറന്നാലും നിന്നേക്കാൾ ബുദ്ധി അവൾക്കുണ്ട് എന്ന് ഗ്രേസ്യാമ്മ തിരിച്ചടിച്ചതോടുകൂടി തന്നെ ജോസൂട്ടിയുടെ വായടക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ മുറ്റത്തിറങ്ങി നടക്കുമ്പോൾ മനു ഫോണിൽ വിളിക്കാണ്. അങ്കിളിന്റെ ആരോഗ്യാവസ്ഥകൾ തിരക്കിയ ശേഷം മനു വിഷയത്തിലേക്ക് കടന്നു വന്നു. അലീനയ്ക്ക് ബാലചന്ദ്രൻ നൽകിയ അപ്രതീക്ഷിതമായ പ്രൊമോഷന് സ്വത്തുക്കളും അധികാരം എല്ലാം നൽകിയതിനെ കുറിച്ചൊക്കെ മനു ചോദിച്ചു. സ്വീപ്പർ ആയിരുന്ന ആള് പെട്ടെന്ന് ജഡ്ജിയായി പോയതുപോലെയായി കാര്യങ്ങൾ എന്ന് മനു പറയുമ്പോൾ ആത്മാർത്ഥമായി പണിയെടുക്കുന്നവർക്ക് അർഹമായത് നൽകണമെന്നാണ് ബാലചന്ദ്രന്റെ മറുപടി. ബാലചന്ദ്രൻ തുടർന്ന് മനുവിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ഇനി നിനക്ക് വേണമെങ്കിൽ അവളെ അങ്ങ് വിവാഹം കഴിക്കാം, അവള് നിന്റെ മുറപ്പെണ്ണാണ്. മനു തന്റെ ഇഷ്ടം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ബാലചന്ദ്രൻ അത് കയ്യോടെ പിടികൂടി. തന്റെ മകളായ ബബിതക്കും കൃഷ്ണമോൾക്ക് നൽകുന്ന സ്നേഹവും സ്വത്തും തുല്യമായി താൻ അനിലയ്ക്ക് നൽകുമെന്നും അവൾ ഇനി അനാഥയല്ല എന്നും ബാലചന്ദ്രൻ ഉറപ്പു നൽകി. ജോലിയോ പണമോ ഇല്ലാത്ത തന്നെ അലീന നോക്കുമോ എന്ന മനുവിന്റെ സംശയത്തിന് അവൾ നിന്നെ നോക്കും, അത് എൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് ബാലചന്ദ്രൻ ധൈര്യം പകരുന്നു. അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അലീനെ കൃഷ്ണമോൾ നിർബന്ധിച്ച് ഡൈനിങ് ടേബിളിലേക്ക് വിളിക്കുന്നു.
എന്നാൽ മറ്റുള്ളവരെ അലോസരപ്പെടുത്തേണ്ട എന്ന് കരുതി അലീന അത് നിരസിച്ചു. കൃഷ്ണമോള് അലീനയുടെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ രോഹിത്തും ബബിതയും അലീനയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന സമയമാണ്. അലീന ഉണ്ടാക്കിയ ഭക്ഷണം കൃഷ്ണമോള് കഴിക്കരുത് എന്ന് രോഹിത് ശാഠിക്കുന്നു. ഈ ഉണക്കദോശ കഴിക്കാതെ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചൂടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കുമെന്ന് കൃഷ്ണമോള് തിളപ്പിച്ചു പറഞ്ഞു. ദേഷ്യം വന്ന് രോഹിത് ഞാൻ അച്ഛനെ വിളിക്കുമെന്ന് കൃഷ്ണമോള് പറഞ്ഞ ഉടനെ തന്നെ ഭക്ഷണപാത്രം വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. രോഹിത് പാത്രം എറിഞ്ഞ് പൊട്ടിക്കുന്നതും കണ്ടുകൊണ്ടാണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ബബിതയും രോഹിതും ഭയന്ന് വിറക്കുന്നു. ഒട്ടും താമസിയാതെ ബാലചന്ദ്രൻ രോഹിത്തിന്റെ കർണത്തൊട്ടൊറ്റന്നങ്ങ് പൊട്ടിക്കും. ഇതിന് പറയുന്ന പേരാണ് തോന്നിവാസം എന്ന് ഗർജിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അവനെ ചോദ്യം ചെയ്തു. നീ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് പാത്രവും ഭക്ഷണവും വാങ്ങിയതെങ്കിൽ നിനക്ക് എറിഞ്ഞുടക്കാം. പക്ഷേ ഇതെന്റെ അധ്വാനമാണ്, എന്റെ മകൾ ഉണ്ടാക്കിയ ഭക്ഷണമാണ്. രോഹിത് അപമാനിതനായി തല കുനിച്ചു നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പുതിയൊരു നിയമം കൂടി പ്രഖ്യാപിച്ചു. ഇനി ഈ വീട്ടിൽ രണ്ടു വെപ്പില്ല, ഒരൊറ്റ ഭക്ഷണം മാത്രമേ ഉണ്ടാക്കൂ. അത് അലീന ഉണ്ടാക്കുന്നതായിരിക്കും. അത് കഴിക്കാൻ പറ്റുന്നവർ മാത്രം അങ്ങ് കഴിച്ചാൽ മതി, അല്ലാത്തവർക്ക് പട്ടിണി കിടക്കാം. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനും താൻ നിരോധിക്കുമെന്ന് ബാലചന്ദ്രൻ താക്കീത് നൽകി. ഇത് കേട്ടുവരുന്ന വൈജയന്തി എങ്കിൽ പിന്നെ ഞങ്ങളെ അങ്ങ് നിരോധിച്ചേക്ക് എന്ന് വെല്ലുവിളിക്കുന്നു. എന്നാൽ ബാലചന്ദ്രൻ പുച്ഛത്തോടെ അത് തള്ളിക്കളഞ്ഞ് മുകളിലേക്ക് പോയി. ബാലചന്ദ്രൻ പോയ ഉടനെ തന്നെ വൈജയന്തി തന്റെ ദേഷ്യം മുഴുവൻ കൃഷ്ണമോളോടും അലീനയോടും തീർക്കുന്നു. നിനക്കിപ്പോൾ സമാധാനമായല്ലോ, അവൾ ഉണ്ടാക്കിയ ഭക്ഷണം പോയി നീ അങ്ങ് നക്കി തിന്ന് എന്ന് സ്വന്തം മകളോട് ആക്രോശിക്കുന്നു. അലീനയോട് പറയുന്നുണ്ട്, സമാധാനമായി കഴിഞ്ഞിരുന്ന കുടുംബം നശിപ്പിക്കാൻ വന്ന പിശാചെ എന്നും വിളിച്ചുകൊണ്ട് തന്നെ അവളെ ശപിച്ചു. അമ്മയുടെ ക്രൂരമായ വാക്കുകൾ കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന കൃഷ്ണമോളെ അലീനയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ഇത്രയും വലിയ സംഘർഷങ്ങൾക്ക് ശേഷം ബാലചന്ദ്രന്റെ മുറിയിലേക്ക് അലീന ഭക്ഷണവുമായി ചെന്നു. ബാലചന്ദ്രൻ സ്നേഹത്തോടെ ഭക്ഷണം വാരി അലീനക്ക് കൊടുത്തു. കൊഞ്ചിക്കൊണ്ട് വായ തുറക്കുന്ന അലീനയുടെ ചെവിയിൽ തമാശ രൂപേണെ പിടിച്ച് ഒരു കൊച്ചുകുട്ടി എന്ന പോലെ ബാലചന്ദ്രൻ ശാസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ആ അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. ഇതേ സമയം കമല ശിവേട്ടനോട് തറവാടിന്റെ അവകാശത്തെക്കുറിച്ച് വൈജയന്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണ്. ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള വഴക്ക് തങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്ക അവർക്കുണ്ടായിരുന്നു. അവസാനം വൈജയന്തി മക്കളായ ബബിതയോടും രോഹിത്തിനോടും അലീനയെക്കുറിച്ച് മോശമായി തന്നെ സംസാരിച്ചു. എന്നാൽ ഇത് കേൾക്കാൻ വയ്യാതെ കൃഷ്ണമോള് വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, അമ്മക്കൊരു അന്തസ്സില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നൊക്കെ ചോദിച്ചു. ഇതേ സമയത്ത് തന്നെ ബാലചന്ദ്രൻ അലീനക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മോളെ നീ കരുതിയിരുന്നോളണം, ഒരു മൂന്നാം ലോക മഹായുദ്ധം വരാനിരിക്കുന്നുണ്ട്. വൈജയന്തിയുടെ വീട്ടുകാർ പ്രശ്നമുണ്ടാക്കാൻ വരുമെന്ന സൂചന ബാലചന്ദ്രൻ അലീനക്ക് നൽകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും ഇതേപോലെ തന്നെ ഡെയിലി റിവ്യൂസും അപ്കമിങ് റിവ്യൂസും ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.